ആരാണ് ഈ ശങ്കരനാരായണൻ? പലരും മറന്നു കാണില്ല ഈ പേര്. ഏതൊരു മകളും ആഗ്രഹിക്കുന്നൊരച്ഛനായിരുന്നു ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന വാർത്ത കേൾക്കുമ്പോൾ ഓരോ മലയാളിയും ശങ്കരനാരായണൻ എന്ന അച്ഛനെ ഓർക്കും. കാരണം നിയമം നോക്കുകുത്തിയാകുന്നിടത്ത് അല്പം ആശ്വാസത്തോടെ ഓർക്കാൻ കഴിയുന്ന പേരാണ് ശങ്കരനാരായണൻ എന്ന അച്ഛൻ്റേത്. ലോകത്ത് ഓരോ പെൺകുട്ടിയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ശങ്കരനാരായണനെ ഓർത്തു. പെൺകുട്ടികളുള്ള അച്ഛന്മാർ കുറഞ്ഞപക്ഷം ഒരു അര ശങ്കരനാരായണനായിരിക്കണമെന്ന് സമൂഹ മാധ്യമ ചുവരെഴുത്തുകൾ ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മകളെ പീഡിപ്പിച്ചു കൊന്നയാളെ വെടിവെച്ചു കൊന്ന കേസിൽ ജയിലിൽ കഴിഞ്ഞ ശങ്കരനാരായണൻ പലർക്കും ഹീറോയാണ്, അന്നും ഇന്നും. തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു ശങ്കരനാരായണനെ. പിന്നീട് കരളലിയിക്കുന്ന പഴയ കഥ ഇങ്ങനെ: മലപ്പുറം മാഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണന് കൃഷ്ണപ്രിയ എന്നൊരു മകളുണ്ടായിരുന്നു. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകൾ. ഏട്ടന്മാരുടെ പ്രിയ അനിയത്തിക്കുട്ടിയായി അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനയായി 13 വയസ്സുവരെ ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായുള്ളൂ. 2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ടു വരുന്ന വഴി കൃഷ്ണപ്രിയയെ അയൽവാസിയായ എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് പിടിയിലായ പ്രതിയെ കോടതി പതിവ് പോലെ ശിക്ഷിച്ചു. അതുവരെ വായിച്ചു പഴകിയ സ്ഥിരം പീഡന കേസുകളിൽ ഒന്ന് മാത്രമായിരുന്നു കൃഷ്ണപ്രിയയുടെയും. പക്ഷേ ജാമ്യത്തിലിറങ്ങിയ പ്രതി 2002 ജൂലൈ 27 കൊല്ലപ്പെട്ടതോടെ കൃഷ്ണപ്രിയയുടെ ഓമനത്വമുള്ള മുഖവും ഒപ്പം നിസ്സഹായനായ ഒരു അച്ഛനും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. മുഹമ്മദ് കോയ വെടിയേറ്റ് മരിച്ചുവെന്ന വാർത്തയും ഇതേ തുടർന്ന് ശങ്കരനാരായണൻ പോലീസിന് കീഴടങ്ങിയ വാർത്തയും ഞെട്ടലോടെയാണ് നാം കേട്ടത്. നിസ്സഹായനായ അച്ഛനിൽ നിന്നും ശങ്കരനാരായണൻ ഹീറോ പരിവേഷത്തിലേക്ക് മാറിയത് വളരെ വേഗത്തിലാണ്. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് 2 പേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും മലയാളികൾ മനസാക്ഷിയുടെ കോടതിയിൽ നിർത്തി ശങ്കരനാരായണനെ എന്നേ വെറുതെ വിട്ടിരുന്നു. പിന്നീട് നീതിദേവതയും കണ്ണു തുറന്നു. ശങ്കരനാരായണനെ 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. കോടതിയുടെ മാനുഷിക മുഖം മലയാളി കണ്ട ദിവസം കൂടിയായിരുന്നു അത്. മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി. ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റ് ശത്രുക്കളും ഉണ്ടാകും, അവരായിരിക്കാം കൃത്യം നിർവഹിച്ചത് തുടങ്ങിയ അപൂർവ വാദമുഖങ്ങൾ. കാലി വളർത്തിയായിരുന്നു ശങ്കരനാരായണൻ കുടുംബം പോറ്റിയിരുന്നത്. കൃഷ്ണപ്രിയ മരിച്ച ശേഷം മകളോടൊത്ത് കിടന്നുറങ്ങിയ കിടക്കയിൽ പിന്നീട് ഒരിക്കലും ആ അച്ഛൻ ഉറങ്ങിയില്ല. മലയാളി വായിച്ചറിഞ്ഞ ചിത്രങ്ങളിൽ കണ്ട ശങ്കരനാരായണൻ മകൾ മരിച്ച വിഷമത്തിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാളായിരുന്നു. മകളെ പിച്ചു ചീന്തിയവൻ മരിച്ചു വീഴും വരെ സദാ തോക്ക് താഴെ വയ്ക്കാതെ നടന്ന അച്ഛൻ. മഞ്ചേരി സെഷൻസ് കോടതി നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞ് ജീവപര്യന്ത കഠിന തടവിന് ശിക്ഷിച്ചപ്പോൾ മകൾ മരിച്ച ശേഷം ആദ്യമായി ചിരിച്ച അച്ഛൻ. ജീവിച്ചിരുന്നെങ്കിൽ 37 വയസ്സുണ്ടായനെ കൃഷ്ണപ്രിയയ്ക്ക്. ശങ്കരനാരായണൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു മുഹമ്മദ് കോയയുടെ വീട്. മുഹമ്മദ് കോയ ഇവിടെ മിക്കവാറും ശങ്കരനാരായണൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു, വെള്ളം കോരാനും മറ്റും. പക്ഷേ ശങ്കരനാരായണൻ്റെ അമ്മ അത് സമ്മതിക്കുമായിരുന്നില്ല. അപ്പോൾ കൃഷ്ണപ്രിയയായിരുന്നു അയാൾക്ക് വെള്ളം കോരി കൊടുത്തിരുന്നത്. എന്നിട്ടും അയാൾ കൊടും ചതി ചെയ്തു. ആ ചതിയിൽ ഞെട്ടിയ നാട് ശങ്കരനാരായണനെ ഒരുപാട് പിന്തുണച്ചു. ആരും കുറ്റപ്പെടുത്തിയില്ല. മുഹമ്മദ് കോയയുടെ ബന്ധുക്കളൊക്കെ ഇതിലുൾപ്പെടും. മുഹമ്മദ് കോയ മരിക്കരുതായിരുന്നു. അവൻ്റെ 2 കാലും കൈയും വെട്ടിയെടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നീടൊരിക്കലും അവൻ ഈ പണി ചെയ്യരുത്. വേദനിച്ച് നരകിച്ച് പുഴുവരിച്ച് അവൻ ചാകണമായിരുന്നു എന്നാണ് ശങ്കരനാരായണൻ പിന്നീട് പറഞ്ഞത്. മകളോടുള്ള കടമ വീട്ടിയ ഒരച്ഛൻ്റെ ചാരിതാർത്ഥ്യം ആ മുഖത്ത് എന്നും ഉണ്ടായിരുന്നു. ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ കാലികൾ മേയുന്ന പറമ്പിൻ്റെ ഒരു കോണിൽ കൃഷ്ണപ്രിയ എന്ന മകൾ അഭിമാനത്തോടെ ഉറങ്ങുന്നുണ്ടാവും. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും ഇങ്ങനെ ഒരു അച്ഛനെ.